നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഇങ്ങനൊരു കള്ളക്കളി ഇതിന് പിന്നിലുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഭാവനേച്ചിക്ക് അല്ലെങ്കിലേ ഭാമേച്ചി ഇങ്ങനൊരു ത്യാഗം ചെയ്തതിനോട് താല്പര്യം കാണില്ല. അപ്പൊ പിന്നെ ഇങ്ങനൊരു ചതി ചെയ്യാൻ പോയാൽ വെറുതെ ഇരിക്കുവോ? തുടക്കത്തിൽ എനിക്ക് ഈ വിഷയത്തോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇക്കാര്യം സൂര്യേട്ടനോടും ഭാവനേച്ചോടും വീട്ടിലുള്ളവരോടും സംസാരിക്കുകയും ചെയ്തതാ. ഇനിയിപ്പോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഭാമയും മോളെയും നീ പോയി സൗകര്യം പോലെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. അച്ഛാ, അമ്മ വരട്ടെ, എന്നിട്ട് അമ്മയോട് ചിലതൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. അല്ലാണ്ട് ബാമ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഇത് എത്രാമത്തെ തവണയാ ബാമ ഇവിടുന്ന് പിണങ്ങിപ്പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം അമ്മ കാരണമല്ലേ? എടാ മോനെ, നിന്റെ അമ്മയോടൊപ്പം സംസാരിക്കാൻ അനുവാദം വാങ്ങാനോ നിൽക്കണ്ട. നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. എന്തായാലും നിന്റെ അമ്മ തീർത്ഥാടനം കഴിഞ്ഞു വരട്ടെ. ഇനിയെങ്കിലും കുടുംബിനിയായിട്ട് ജീവിക്കാൻ പറയാം. അമ്മ ഒരിക്കലും നന്നാവില്ല അച്ഛാ. അഥവാ നന്നാവാൻ ശ്രമിച്ചാലും അനുമാമൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. അനുമാമന്റെ ഒരു ചിറക ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആന്റിക്ക് പകരം ഇപ്പൊ മറ്റൊരാളെ കിട്ടിയിട്ടുണ്ടല്ലോ, മാനസയുടെ അച്ഛനെ. രണ്ടുപേരെയും കൂടി പലയിടത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പുതിയ എന്തോ പ്ലാനിങ് ആയിരിക്കും. രണ്ടുപേരും ഭാവനയുടെ ശത്രുക്കളാണല്ലോ. മോളെ, എന്താ മോളെ, എന്തു പറ്റി? സ്വപ്നം വല്ലതും കണ്ടോ? അതെ ആന്റി, എന്റെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ നോക്കി ആന്റി. എനിക്ക് പേടിയാവുന്നു ആന്റി. മോളെ, ആന്റി എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്നുമില്ല മോളെ, സ്വപ്നമല്ലേ. മോൾ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. മോളെ, ആന്റി എനിക്ക് വല്ലാതെ വരുന്നു. ഇത്തിരി വെള്ളം വേണം. മോളിങ്ങോട്ട് ചാരിയിരിക്കെ.
മതി. ആന്റി ആന്റി ഇവിടെ ഇരിക്ക. മോളെ എന്താ അമ്മേ? ആരാ നിലവിളിച്ചത്? ഡാ, ഇവളെന്തോ സ്വപ്നം കണ്ടതാ. കുഞ്ഞിനെ ആരോ കൊല്ലാൻ നോക്കിയെന്ന്. സാരമില്ല മനസ്സ്, സ്വപ്നം കണ്ടതല്ലേ. പക്ഷെ അവർക്ക് ഇപ്പോഴും എന്റെ മുന്നിൽ തന്നെ നിൽക്കുന്ന പോലെ തോന്നാ സൂര്യ. നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. മോനെ, നീ ഇവിടെ ഒന്ന് ഇരിക്കെ, ഞാൻ ഇത്തിരി കാപ്പി ഇട്ടിട്ട് വരാം. ആന്റി ആന്റി പോണ്ട. മോളെ പറയുന്ന കേക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇവിടെ ഇരിക്കെ. ഇരിക്കടാ. അവള് വല്ലാണ്ട് പേടിച്ചിരിക്കുക. സൂര്യ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്ന. സാരമില്ല, കണ്ണടച്ച് കിടന്നോ. കണ്ണടയ്ക്കുമ്പോ വീണ്ടും എന്തൊക്കെയോ കാണുന്ന പോലെ. വേണ്ട, നീ ഇവിടെ ഇരിക്കെ. ഉണർത്തണ്ട. ഗർഭിണിയായിരിക്കുമ്പോ പേടിക്കാൻ പാടില്ല. അത് കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിക്കും. എന്തായാലും അവൾ ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തണ്ട. ഉണരുകയാണെങ്കിൽ ഈ കോഫി എടുത്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഉറങ്ങുന്നില്ല.